പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നാളും ചിരിപ്പെടുമാറാകട്ടെ. ആമീൻ. എവിടെ നോക്കിയാലും പ്രണയ ജോഡികളെ കാണാൻ കഴിയുന്ന ഒരു കാലമാണ്. പ്രണയം മാത്രമല്ല, പ്രണയത്തിൽ കലഹവും ഉണ്ടാകും. കലഹത്തിൽ പലപ്പോഴും പ്രധാനമായിട്ട് വരുന്നൊരു ചോദ്യമുണ്ട്: നീ എന്തിനാണ് അവളോട് സംസാരിച്ചത്? നീ എന്തിനാണ് അവളോട് സംസാരിച്ചത്? നീ അവരോട് സംസാരിക്കുന്നതിന് ഇഷ്ടമല്ല, അവളോട് സംസാരിക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. പലപ്പോഴും കലഹത്തിന്റെ, ചിലപ്പോഴൊക്കെ വേർപിരിയലിന്റെ കാര്യമായിട്ട് ഈ മറ്റ് സ്നേഹബന്ധങ്ങൾ വരാറുണ്ട്. 10 കൽപ്പനകൾ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും തോന്നുന്ന ഒരു ചിന്തയുണ്ട്: ദൈവം ഈ പ്രണയ ജോഡികളെ പോലെ ഇത്തിരി കുശുമ്പും കുന്നായ്മയുള്ള മനുഷ്യനാണ്. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അതെന്താ അങ്ങനെ ഒന്ന് കൽപ്പിക്കാൻ? മറ്റുള്ള ദൈവങ്ങളെ ആരെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അത്ര ചെറിയവനാണോ ദൈവം? നാം കൽപ്പം ഒന്ന് വിശദമായിട്ട് ചിന്തിച്ച് നോക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടല്ലോ, ഇസ്രായേൽ ഒരു നീണ്ട യാത്രയിലാണ്. എങ്ങോട്ടാണ് യാത്ര? ആ യാത്ര സ്വാതന്ത്ര്യത്തിലേക്കാണ്. ആ യാത്ര ദൈവത്തിന്റെ വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്കാണ്. ആ യാത്ര അവരുടെ സ്വന്തമായൊരിടത്തേക്കാണ്. ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ആ യാത്ര എന്ന് പറയുന്നത്, അത് ഒരാൾക്കൂട്ടം എന്നുള്ള ആ ദയനീയ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ മാതൃകാജനം, ലോകത്തിലെ ഏറ്റവും നല്ല ജനമെന്നുള്ള ആ അവസ്ഥയിലേക്കാണ്. നമ്മൾ കണ്ടു, ആൾക്കൂട്ടം എന്ന് വെച്ചാൽ അതൊരു ആളത്വമോ മഹത്വമോ ഒന്നുമില്ലാത്ത ഒന്നാണ്. പക്ഷെ ജനത അതല്ല. അവർ പോകുന്നത് ജനതയാകാനല്ല, ദൈവത്തിന്റെ സ്വന്തം ജനതയാകാനാണ്. പോകുന്ന ആളുകളോ ഉത്തരവാദിത്വമില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത, വിശ്വാസമില്ലാത്ത, ദൈവമില്ലാത്ത, ആരാധനയില്ലാത്ത കുറച്ചു പേരൊരു കൂട്ടം അത്രയും ഉള്ളൂ. അവരെത്തണമെങ്ങനെയാണ് നാട്ടിലേക്ക്. പക്ഷെ എന്തു വേണം? എത്തുന്നതിന് മുൻപ് അവരേറ്റവും ശ്രേഷ്ഠമായൊരു ജനമായി രൂപാന്തരപ്പെടും. നമ്മൾ കണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കുറച്ച് കാണാം. 2 കാര്യങ്ങൾ ഞാൻ ഈ യാത്രയിൽ പറയട്ടെ. ഒന്ന്, ഏറ്റവും അനുഗ്രഹീതമായൊരു യാത്രയാണ് അവരുടേത്. ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ യാത്ര. അവരൊരു ആൾക്കൂട്ടമാണ് എന്ന് വെച്ചാൽ പക്വതയിൽ അവർ ശിശുക്കളാണ്. ശാഠ്യങ്ങളുണ്ട് അവർക്ക്. ദൈവത്തോട് അവർ പലതിനും വേണ്ടി കലഹിക്കുന്നുണ്ട്, മല്ല് പിടിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പോലെ ശാഠ്യം പിടിക്കുന്നുണ്ട്. ദൈവമൊക്കെ സാധിച്ചു കൊടുക്കുകയാണ്. ഭക്ഷണം അവിടെ ഉള്ളി ഉണ്ടായിരുന്നു, അവിടെ അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. എന്താ ദൈവം ചെയ്തത്? അവരെ നല്ല ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോഴും പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവർ അടിമത്ത നാട്ടിലെ മഹത്വം പറയുകയാണ്. ദൈവം അവർക്ക് മന്ന കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു. അധ്വാനമില്ല, പിടിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ മാത്രം മതി. മന്ന തിന്നാ മതി, എടുത്ത് പെറുക്കി കഴിച്ചാൽ മതി. ദൈവം അവരെ കൊണ്ടു നടക്കുകയാണ്. വെയില്, ദൈവം അവർക്ക് മേഘസ്തംഭം കൊടുത്തു. വലിയൊരു മേഘം എപ്പോഴും അവരുടെ മേലുണ്ടായിരുന്നു. വെയിലിന്റെ ചൂട് അവർ അറിഞ്ഞില്ല. മരുഭൂമിയിൽ രാത്രി വെളിച്ചമില്ല, അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു. വെള്ളം അപകടമുള്ളതാണ്, ഗർഭനാശകാരണമാണ്. ദൈവം അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എവിടെയും ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെ പരിപാലിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന അതിമനോഹരമായൊരു അനുഭവമാണ് ഈ 40 വർഷത്തെ യാത്രയിൽ നമ്മൾ കാണുന്നത്. ഇനി അത് മാത്രമല്ല, വേറൊന്നും കൂടെ ഉണ്ട്. കൊഞ്ചിച്ചു കൊണ്ടുനടന്നാൽ മാത്രം പോരാ. കനാൻ നാട്ടിലെത്തുമ്പോഴേക്കും അവരേറ്റവും നല്ല മാതൃകാജനമായി തീരണം. അതിനവരറിയണം എങ്ങനെ ജീവിക്കണം, അയൽക്കാരോട് എങ്ങനെ ഇടപെടണം, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, എല്ലാം അറിയണം.
ദൈവം അവരുടെ അടുക്കൽ ഇറങ്ങി വന്നു. എല്ലാ മനുഷ്യരെയും മുൻപിലല്ല, മോശയുടെ മുൻപിലാണ്. എന്നിട്ട് ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം അവരെ പരിചയപ്പെടുത്തുകയാണ്. തന്നെത്താൻ ദൈവം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാനാണ് മക്കളെ ദൈവം. ദൈവം എന്ന് വെച്ചാൽ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന്, അവിടുത്തെ അടിമത്വത്തിൽ നിന്ന്, അവിടുത്തെ കഷ്ടതയിൽ നിന്ന് മോചിപ്പിച്ച് മഹത്തായ കനാൻ നാട്ടിലേക്ക്, പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ദൈവം ഞാനാണ്. നമ്മൾ അങ്ങനെയാണല്ലോ. പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ചെന്നാൽ നമ്മൾ ആദ്യം നമ്മൾ തന്നെ പരിചയപ്പെടുത്തും. ദൈവം പരിചയപ്പെടുത്തുന്നു, ഞാനാണ് ദൈവം. കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ആരാണ് വന്നിരിക്കുന്നത്. ഇനി അവരിപ്പോൾ യാത്രയിലാണ്. അവരെങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് പറയുന്നത്. അവരെങ്ങനെ ദൈവത്തെ ആരാധിക്കണം? കാരണം മിസ്രയീം ദേശത്ത് അവർ ശീലിച്ച ആരാധന എന്ന് പറയുന്നത് അത് പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നു. അതിന് കുഴപ്പമെന്താ? പ്രകൃതി ശക്തികളൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. സൂര്യനും ചന്ദ്രനും മഴയും ഇടിയും മിന്നലും വെള്ളവും കടലും ഒക്കെ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടികൾ ആരാധിക്കപ്പെടേണ്ടവയല്ല. ഇവിടെ ദൈവം പറയുന്നു, നിങ്ങൾ ഈ കാണുന്ന ഒന്നിന്റെ രൂപമോ സാദൃശ്യമോ ചിത്രമോ ഒന്നും ഉണ്ടാക്കണ്ട. അങ്ങനെയൊന്നുമല്ല എന്നോട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനത്തെ ഒരു പ്രകൃതി ശക്തിയല്ല ഞാൻ. നിങ്ങളുടെ പ്രതീകങ്ങളിലോ രൂപങ്ങളിലോ ബിംബങ്ങളിലോ ഇനി ഒതുക്കാനാവില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് ഇതൊന്നും ആവശ്യമില്ല. പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ ചെവികളിൽ എത്തും. ദൈവം അതാ പറയുന്നത്. അവിടെ ദൈവം വേറൊരു കാര്യം കൂടെ അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ്? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ചിരിക്കുശുംബനല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. എന്താണ് കാരണം? കുറഞ്ഞത് 2 കാരണമെങ്കിലും ഒന്നുണ്ട്. ഒന്ന്, വേറൊരു ദൈവമില്ല. ദൈവമല്ലാത്ത ഒന്നിനെ ദൈവമെന്ന് പറഞ്ഞതിന് പിന്നാലെ പോയാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾക്കൊരു രോഗം വരുന്നു, ഔഷധമല്ലാത്ത ഒന്ന് ഔഷധമെന്ന് പറഞ്ഞ് സേവിച്ചാൽ രോഗസൗഖ്യം കിട്ടില്ല. ആഹാരമല്ലാത്ത ഒന്ന് ആഹാരമെന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപകടം വരുത്തും, ഒരുപക്ഷെ വിഷമാകാൻ സാധനം. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം തന്നെയായിരിക്കണം, വേറെ ദൈവങ്ങളില്ല, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം പറയുന്നു, അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കരുത്. പിന്നെ ഒത്തിരി ദൈവങ്ങളെ പറ്റിയുള്ള കഥകൾ പറയലുണ്ട്. കാരണം മിസ്രൈമിലെ ബഹുദൈവ ആരാധന എന്നാണ് അവർ വരുന്നത്. റാദേവനെ പറ്റിയും ചന്ദ്രദേവനെ പറ്റിയും ഒത്തിരി കഥകളുണ്ട്. കുഴപ്പം എന്താണെന്നറിയാമോ? ഓരോ വിശ്വാസിയുടെയും സ്വഭാവം അവൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവമായിരിക്കും. ദൈവം മ്ലേച്ഛതയുള്ളവനാണെങ്കിൽ, അവന്റെ ചിന്തയിലെ ദൈവം മ്ലേച്ഛതയുള്ളവനാണെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ ആ മ്ലേച്ഛത വരും. അവന്റെ ദൈവം ക്രൂരതയുള്ളവനാണ് എങ്കിൽ, അവന്റെ ചിന്തയിലെ ദൈവം ക്രൂരതയുള്ളവനാണെങ്കിൽ അവനിൽ ക്രൂരത വരും. കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലാനായിട്ട് പറയുന്ന ഒരു ദൈവത്തിന്റെ അനുയായികള് വളരെ ഭീകരന്മാരായിരിക്കും. മറ്റുള്ളവരുടെ ഭാര്യമാരെ അപഹരിച്ചു മാറ്റുന്ന 10, 100, 200, 300 ഭാര്യമാരുള്ള ഒരു ദൈവത്തിന്റെ അനുയായികൾ യാതൊരു വിവാഹ ജീവിതത്തിലെ വ്യവസ്ഥയും വിശ്വസ്തയും ഇല്ലാത്തവരായിരിക്കും. മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരായിരിക്കും. അതൊക്കെ ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇസ്രായേലിന്റെ ദൈവം കൊണ്ടുപോകുന്നത് ഏറ്റവും മഹത്തായ ജാതിയാക്കാൻ, മാതൃകയായ ജാതിയാക്കാൻ. അവർ വിശ്വസ്തരായിരിക്കണം, മഹത്തരമായ സ്വഭാവ സവിശേഷമുള്ളതായിരിക്കണം. അത് വേണമെങ്കിൽ അവർ സത്യദൈവത്തെ സത്യമായി അറിഞ്ഞ് സത്യമായി ആരാധിക്കുന്നവരായിരിക്കണം. ഇത് ദൈവത്തിന്റെ കുശുമ്പല്ല. ജനം നശിച്ചു പോകാതിരിക്കാൻ ദൈവം ജനത്തോട് പറഞ്ഞു, അന്യ ദൈവങ്ങൾ, മലിനതയുടെ ദൈവങ്ങൾ, പാപത്തിന്റെ ദൈവങ്ങൾ, മ്ലേച്ഛ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഞാൻ മാത്രമാണ് ദൈവം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്തുതി.